ഇന്ന് കേരളത്തിൽ അധികാരത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ്, CPM-ന്റെ CPI-യുടെ നേതൃത്വത്തിലുള്ള ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരാൻ വേണ്ടി ഏറ്റവും കൂടുതൽ സഹായിച്ചത് കൊല്ലം ജില്ലയിലെ, തിരുവനന്തപുരം ജില്ലയിലെ, ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും കൂടുതൽ MLA-മാരെ ഇവർക്ക് കൊടുത്തത്. ഞാൻ തന്നെ കശുവണ്ടി വ്യവസായത്തിന് മന്ത്രിയാകും, മന്ത്രിയായി കഴിഞ്ഞാൽ ഈ പൂട്ടിക്കിടക്കുന്ന മുഴുവൻ ഫാക്ടറിയും ഞാൻ തുറപ്പിക്കുമെന്ന് പറഞ്ഞു. തുറന്നോ? കശുവണ്ടി തൊഴിലാളി കോൺഗ്രസിന്റെ, അതായത് UDF ഭരിക്കുന്ന കാലത്ത്, ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിരിക്കുന്ന കാലത്ത് ഈ അടഞ്ഞു കിടക്കുന്ന ഫാക്ടറി മുന്നിൽ മേഴ്സിക്കുട്ടിയമ്മയുടെ ഭർത്താവ് ദോസേറക്കുറുപ്പ് സത്യാഗ്രഹം നടത്തി ഇല്ലേ? ദോസേറക്കുറുപ്പ് ചാത്തന്നൂരും പാരിപ്പള്ളിയിലും അതല്ലേ ഗവൺമെന്റ് വന്ന് പ്രതിജ്ഞ ചെയ്തു. നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചു മേഴ്സിക്കുട്ടിയമ്മ മന്ത്രിയായി, കശുവണ്ടി വകുപ്പിന്റെ മന്ത്രിയും കൂടിയായി, എല്ലാ ഫാക്ടറികളും തുറക്കുമെന്ന് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇപ്പോഴത്തെ അല്ല, 2021 അല്ല, 2016 തെരഞ്ഞെടുപ്പിലാണ് മേഴ്സിക്കുട്ടിയമ്മ കുണ്ട്രയിൽ മത്സരിച്ച് MLA ആയി മന്ത്രിയായത്, കശുവണ്ടി വകുപ്പിന്റെ ചുമതല ഏറ്റെടുത്തത്. ഒരു ഫാക്ടറിയെങ്കിലും അടഞ്ഞു കിടന്ന ഒരു ഫാക്ടറിയെങ്കിലും കശുവണ്ടി തൊഴിലാളികളുടെ മന്ത്രിയായ മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് തുറക്കാൻ കഴിഞ്ഞോ? ഇല്ല. ഒരു ഫാക്ടറിയും തുറന്നില്ലെന്ന് മാത്രമല്ല, ഉള്ളതും കൂടെ അടച്ചു എന്നുള്ളതാണ് വസ്തുത. പ്രിയമുള്ളവരെ, എത്ര മുതലാളിമാരെ ആത്മഹത്യ ചെയ്തത്? എത്ര ആത്മഹത്യ ചെയ്തു? എത്ര മുതലാളിമാർ ആത്മഹത്യ ചെയ്തു? തൊഴിലാളികൾ പിന്നെ ഈ പട്ടിണി കൊണ്ട് മരിച്ചാലും പുറത്തു വരത്തില്ല, മുതലാളിമാർ മരിച്ചാലേ പുറത്തു വരത്തുള്ളൂ. അപ്പൊ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്, ഏതാണ്ട് 10 വർഷമായി മിനിമം കൂലി കൊടുക്കാൻ തയ്യാറായിട്ട് ESI കോർപ്പറേഷൻ തുടങ്ങിയ മെഡിക്കൽ കോളേജ് ആശുപത്രിയും മെഡിക്കൽ കോളേജും ESI കോർപ്പറേഷന്റെ കീഴിലാണ്. കേരളത്തിൽ മാത്രമാണ് അവർക്ക് അബദ്ധം പറ്റിയത് എന്ന് നമ്മൾ വിചാരിച്ചു. ഈ അന്നത്തെ സംസ്ഥാന ഗവൺമെന്റ്, ഉമ്മൻചാണ്ടി സർക്കാർ ധരിച്ചു ഇത് കേന്ദ്രം സംസ്ഥാനം ഏറ്റെടുത്തില്ല, സ്വകാര്യ വ്യക്തികൾക്ക് കൊടുക്കും, അല്ല അദാനിയോ അംബാനിയോ ഒക്കെ വന്ന് മെഡിക്കൽ കോളേജ് ഏറ്റെടുക്കും, വലിയ ഫീസ് അടിച്ചേൽപ്പിച്ച് തൊഴിലാളികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും, അതുകൊണ്ട് ഏറ്റെടുക്കാം. ഉമ്മൻചാണ്ടി സാറിന്റെ മനസ്സ് ശുദ്ധമായ മനസ്സായതുകൊണ്ട് തൊഴിലാളികൾക്ക് വേണ്ടി അദ്ദേഹം അത് ചെയ്തു. പക്ഷെ മറ്റ് സംസ്ഥാനങ്ങൾ അതിന് വഴങ്ങിയില്ല. അതുകൊണ്ട് ഇപ്പോഴും അത് ESI കോർപ്പറേഷന് കീഴിലാണ്. അതുകൊണ്ട് പിണറായി വിജയന്റെ ഗവൺമെന്റ് ESI മെഡിക്കൽ കോളേജ്, പാരിപ്പള്ളി ESI മെഡിക്കൽ കോളേജിനെ ഇന്ന് ഒരു അസ്ഥിപഞ്ജരമാക്കി നിർത്തിയിരിക്കുന്നു. അസ്ഥിപഞ്ജരം, അതാണ് ഏറ്റവും നല്ല വാക്ക് അല്ലെ? പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ഇപ്പോൾ അസ്ഥിപഞ്ജരമാണ് അല്ലെ? അസ്ഥിപഞ്ജരമായി നിൽക്കുകയാണ്. ആ മെഡിക്കൽ കോളേജ് എല്ലാ സൗകര്യങ്ങളോടും കൂടി ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ കോളേജായി പ്രവർത്തിക്കണമെങ്കിൽ ESI കോർപ്പറേഷൻ ആ മെഡിക്കൽ കോളേജ് തിരിച്ചേറ്റെടുക്കണം. അത് ഞാൻ പാർലമെന്റിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ കശുവണ്ടി വ്യവസായത്തിന്റെ പുനരുദ്ധാരണത്തിന് റിവൈവൽ പാക്കേജ് നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ 1000 കോടി രൂപ കശുവണ്ടി വ്യവസായത്തിൽ മുടക്കണം. അടഞ്ഞു കിടക്കുന്ന മുഴുവൻ ഫാക്ടറികൾ തുറക്കണം. ബാങ്ക് ഇടപാടുകൾ തീർക്കാൻ മൊറട്ടോറിയം വേണം. കശുവണ്ടി തൊഴിലാളികൾക്ക് ആശ്വാസം നൽകണം. അവരുടെ ആശ്രിതർക്ക് സഹായം നൽകണം. ഇതിനെല്ലാം കൂടി 1000 കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് കേരളം, തമിഴ്നാട്, മറ്റ് സംസ്ഥാനങ്ങൾ ഉൾപ്പെടെയുള്ള ഈ കശുവണ്ടി വ്യവസായം കോടിക്കണക്കിന് രൂപയുടെ വിദേശ നാണ്യം നേടിത്തരുന്ന ഏറ്റവും വലിയ വ്യവസായമായ കശുവണ്ടി വ്യവസായത്തിൽ നിലനിൽക്കുന്ന പ്രതിസന്ധി, അടഞ്ഞു കിടക്കുന്ന ഫാക്ടറി തുറക്കാൻ ലോൺ എടുത്ത മുതലാളിമാർക്ക് അല്ലെങ്കിൽ കശുവണ്ടി ഫാക്ടറി ഉടമകൾക്ക് മൊറട്ടോറിയം കൊടുത്തുകൊണ്ട് ഫാക്ടറികൾ തുറന്ന് ജോലി സ്ഥിരത ഉറപ്പുവരുത്തണം. അതിന് 1000 കോടി രൂപയെങ്കിലും മാറ്റിവെക്കണമെന്ന് പാർലമെന്റിൽ ഇത്തവണ ഞാൻ ആവശ്യപ്പെടുകയും